നെക്സ്റ്റ് ഡോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം ലാഗ് അടിപ്പിക്കാണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസ് ഓയിലാണ്. സോ ഇത് ഉണ്ടാക്കിയിട്ട് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോസ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഭയങ്കര സിമ്പിളാണ്. അത് പറയാൻ മീൻസ് കാണിക്കാൻ മാത്രമൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഒരു 100 ml നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ ഒരു പിടി റോസ് പെറ്റൽസ് ഇട്ടിട്ട് ഒരു 2 weeks ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഡ്രൈ ആയിട്ടുള്ള റോസ് പെറ്റൽസ് എടുക്കണം. അതിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ചീത്തയായിട്ട് പോകും. സോ അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ആ വാട്ടർ പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളൊരു റോസ് പെറ്റൽ എടുത്തിട്ട്, മീൻസ് ഒരു പിടി റോസ് പെറ്റൽ എടുത്തിട്ട് അത് ഒരു 2 weeks എടുത്ത് വെച്ച് കഴിഞ്ഞാലും റോസ് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ റോസ് ഓയിലിൻ്റെ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 2 തേങ്ങയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിരകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടുപ്പിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിലെ പാല് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് 2 ലെയറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മുകളിലത്തെ ആ ഒരു ക്രീം പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് ഭയങ്കര അധികം ആ വെള്ളം ഉണ്ടല്ലോ, താഴത്തെ വെള്ളം, അത് ഇതായിട്ട് മിക്സ് ആവാൻ പാടില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് ഇളക്കരുത്. പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണ കാച്ചില്ലേ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ കാച്ചുന്നത് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, തേങ്ങാപ്പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ, അത് വേറെയാണ്. വെർജിൻ കോക്കനട്ട് ഓയിലിന് നമുക്ക് തീരെ അടുപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കെയർഫുള്ളായിട്ട് ഫുള്ള് ആ ഒരു ക്രീം ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒന്നും വേസ്റ്റ് ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബാക്കി വന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ക്രീം എടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു ലിക്വിഡ് നമുക്ക് ഇപ്പോൾ മറ്റേ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാം. പിന്നെ കോക്കനട്ട് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഈ ക്രീമി പോർഷൻ ഒരു 15 മണിക്കൂർ നേരം ഒരു വാമായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ അത് ഫെർമെൻ്റ് ആവും. അപ്പോൾ ആ ഒരു കോക്കനട്ട് കേർഡ് എന്നൊക്കെ പറയും, അത് ഫെർമെൻ്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെയും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ കട്ടിയാക്കി എടുക്കും. അപ്പോൾ മുകളിലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയറാണ് നമ്മളുടെ ഓയിലുള്ള ലെയർ. അതിൻ്റെ താഴെ പിന്നെയും വെള്ളമാണ്. അപ്പോൾ പതുക്കെ നമ്മൾ ആ ഒരു എഡ്ജിൽ നിന്ന് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു കോക്കനട്ട് ഓയിൽ കേക്ക് നമ്മളത് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും ആ വെള്ളത്തിൻ്റെ, അതൊക്കെ നമ്മൾ പതുക്കെ സ്പൂണ് വെച്ചിട്ട് സ്ക്രേപ്പ് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ പീസാക്കിയിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് നമ്മളത് കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോഴത്തേക്കും മെൽറ്റായി കിട്ടും. അതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ അതിന് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനത് റോസ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു സംഭവം എടുത്തത്. സോ അത് മെൽറ്റായതിന് ശേഷം വരുന്ന ആ ഒരു തെളി ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ. ഇന്ന് എനിക്ക് വേണ്ടത് റോസ് ഓയിലാണ്. സോ അതുകൊണ്ട് ഈ ഒരു ക്രീമും അരച്ചെടുത്ത റോസ് പെറ്റലും കൂടെ ചേർത്തിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. ഇത് ഞാൻ റോസ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ആ ഒരു റോസിൻ്റെ ഒരു പേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാം. അപ്പോൾ ഓയിലിൻ്റെ അകത്തുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഫുള്ള് വറ്റി തീരുമ്പോൾ ഈ പൊട്ടുന്നത് നിൽക്കും. അപ്പോൾ അതുവരെ നമ്മൾ കാച്ചണം. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാം. ഈ ഒരു ഓയിൽ മൾട്ടിപർപ്പസ് ആണ്. ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരുപാട് ഫോർമുലേഷൻസിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫോർമുലേഷൻ്റെ റെസിപ്പീസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഒരുപാട് റോസ് ഓയിൽ, പിന്നെ റോസ് ജെല്ല്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് റോസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.